യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 8. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർശാലാൽ ഹാശ്ബസ് എന്നെഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും യെബെരേഖ്യാവിൻ മകനായ സഖരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട്, അവന് മഹേർശാലാൽ ഹാശ്ബസ് എന്ന് പേർ വിളിക്ക. ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമ്മേശേക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് അരുളിച്ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പിൻ, തകർന്നു പോകുവിൻ. സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. കൂടിയാലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിൻ, സാധ്യമുണ്ടാകയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളിച്ചെയ്തു. ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോകുകയും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. സാക്ഷ്യം പൊതിഞ്ഞുകെട്ടുക. എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തൻ്റെ മുഖം മറച്ചുകളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയമുണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടെ കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും.